വീടിന്റെ ടെറസിൽ മാന്തോപ്പ് തീർത്തിരിക്കുകയാണ് ഒരു കർഷകൻ. 1000 സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള വീടിന്റെ ടെറസിൽ 170-ലധികം വ്യത്യസ്ത തരത്തിലുള്ള മാമ്പഴങ്ങളാണ് വിളഞ്ഞു നിൽക്കുന്നത്. കോഴിക്കോട് ബേപ്പൂർ സ്വദേശി സുരാജാണ് പരിമിതിയിലും 100 മേനി കൊയ്യുന്നത്. മൂവാണ്ടനും നീലനും ചേലനും തൊട്ട് ബംഗാനപ്പള്ളിയും സിന്ദൂരയും മിയാസാക്കിയും വരെ കായ്ച്ചു നിൽക്കുന്ന മാന്തോപ്പ്. 7 വർഷം കൊണ്ടാണ് ബേപ്പൂർ സ്വദേശിയായ സുരാജ് തേനൂറും മാമ്പഴത്തോട്ടം ഒരുക്കിയത്. ഈർച്ചമിൽ തൊഴിലാളിയായ സുരാജ് ഒഴിവു സമയം മുഴുവൻ ചെലവഴിക്കുന്നത് ഇവിടെയാണ്. പോകുന്നിടത്തു നിന്നല്ല ശേഖരിക്കുന്ന മാങ്കൊമ്പുകൾ ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും നടത്തിയാണ് മാവുകൾ ഒരുക്കുന്നത്. ആദ്യം യൂണിവേഴ്സിറ്റി പോയി കുറച്ച് തൈകൾ വാങ്ങി, അപ്പോഴാണ് ഇത്രയും ഡിഫറൻസ് ഉള്ള തൈകൾ ഉണ്ടെന്നുള്ളത് അറിയുന്നത്. അങ്ങനെ തുടങ്ങിയതാണ്. പിന്നെ ഈ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ഓരോ ഫ്രണ്ട്സൊക്കെ കൂടെ ആയിട്ടുള്ള ഒരു ഇതിൻ്റെ മുകളിൽ കേരളത്തിലെ മൊത്തം ഒരുവിധം സ്ഥലങ്ങളിൽ നിന്നൊക്കെ സയണുകളായാലും തൈകളായാലും എത്തിക്കാനുള്ള ആളുകളൊക്കെ ഉണ്ടായത് കാരണം സ്ഥലപരിമിതി മൂലമാണ് കൃഷി ടെറസിലേക്ക് മാറ്റിയത്. കൃഷിയോടുള്ള താല്പര്യവും സന്തോഷവും മാത്രമല്ല, ഈ കൃഷി തിരഞ്ഞെടുക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ടെറസിനൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യം ഞങ്ങൾക്ക് താഴെ ഉള്ള സ്ഥലങ്ങളൊക്കെ എൻഗേജ്ഡായി. മുത്തമാവും ഇതൊക്കെ ആയിട്ട് വെയിലുള്ള സ്ഥലം നോക്കി വെച്ചതാണ്. ആദ്യം കുറച്ച് വെച്ച് പിന്നെ അങ്ങനെ അധികമായിപ്പോയതാ. സ്ഥലപരിമിതി ഒരു പ്രശ്നമില്ല, പക്ഷെ അധ്വാനമാണ് അതിൽ മെയിൻ ഘടകം. അതായത് 2 നേരം നനയ്ക്കുക, ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു മാവിൽ തന്നെ 4-5 തരം വ്യത്യസ്ത മാമ്പഴങ്ങളാണ് വിളഞ്ഞു നിൽക്കുന്നത്. മാമ്പഴ രുചി നുണയാൻ എന്നും പക്ഷികളും അണ്ണാനടക്കമുള്ള ജീവജാലങ്ങളും എത്താറുണ്ട്. ബാക്കിയുള്ളവയാണ് കുഞ്ഞുങ്ങൾക്കടക്കം ലഭിക്കുന്നത്. എന്നാലും മനസ്സ് നിറയെ സന്തോഷം മാത്രം. കുഞ്ഞു വീടിന്റെ ടെറസിൽ കൊച്ചു മാന്തോപ്പുകൾ തീർത്തിരിക്കുകയാണ് ഈ കർഷകൻ. പരിമിതികൾ ഒന്നിനും തടസ്സമല്ലെന്നതിന് ഈ കാഴ്ചകൾ തന്നെ നേർസാക്ഷ്യം. ക്യാമറമാൻ സന്തോഷ് മണ്ണാർകാടിനോടൊപ്പം ദിസ്ന സുരേഷ്, ജനം, കോഴിക്കോട്.